വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ അത്രയും സ്നേഹമുള്ളവരെ, വിശുദ്ധ ഔസേപ്പ് പിതാവിനെക്കുറിച്ചുള്ള ചെറിയ ചിന്തകൾ നമുക്കിന്ന് ഒന്നു ചേർന്ന് പങ്കുവയ്ക്കാനായിട്ട് പരിശ്രമിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വചനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. നീതിക്ക് വേണ്ടി വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ചാനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്നേഹമുള്ളവരെ, 1988 അർമേനിയയിൽ ഒരു വലിയ ഭൂകമ്പം സംഭവിച്ചു. 20,000-ലധികം ആളുകൾ അന്ന് ആ ഭൂകമ്പത്തിൽ മരിച്ചു. ഈ ഭൂകമ്പത്തിൻ്റെ വാർത്ത കേട്ട് ഒരു അപ്പൻ തൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അവിടെ ഓടിച്ചെല്ലുമ്പോൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനക്കൂട്ടം, സ്കൂൾ കെട്ടിടം മുഴുവൻ നിലംപരിശായി കിടക്കുന്നു. എങ്ങും കരച്ചിലുകളും രക്തക്കറകളും. തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ചിത്രം ഈ പിതാവിൻ്റെ മനസ്സിൽ മിന്നിമറയുകയാണ്. പണ്ട് അപ്പൻ ഈ മകന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു: എൻ്റെ പ്രിയപ്പെട്ട മകനെ, നിന്റെ ഏത് ആവശ്യത്തിലും നിന്റെ അപ്പൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഒന്നും വകവയ്ക്കാതെ ഈ അപ്പൻ തൻ്റെ മകന് കൊടുത്ത വാഗ്ദാനം ഓർത്തുകൊണ്ട് വീണുകിടക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഓരോന്നും എടുത്തു മാറ്റി തൻ്റെ മകന് വേണ്ടി തിരച്ചിൽ തുടങ്ങി. കണ്ടു നിന്നവരൊക്കെ ഈ അപ്പനോട് പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുക? കാരണം ഇതിനടിയിൽപ്പെട്ട എല്ലാവരും മരിച്ചു കഴിഞ്ഞു. സമയം സന്ധ്യയായി, രാവിലെ നമുക്ക് തിരച്ചിൽ തുടങ്ങാമല്ലോ. അപ്പോൾ ഈ അപ്പൻ പറയുന്നു, എൻ്റെ മകന് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, അവൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അവൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഉറപ്പ്. സമയം നീണ്ടുപോയി. ഏകദേശം 36 മണിക്കൂർ ഈ അപ്പൻ സ്വന്തം മകന് വേണ്ടി ഒറ്റയ്ക്ക് തിരച്ചിൽ നടത്തും. 36-ാമത്തെ മണിക്കൂറിൽ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു സ്വരം ഇവൻ കേൾക്കുന്നുണ്ട്, ഈ അപ്പൻ കേൾക്കുന്നുണ്ട്. മകനെ എന്ന് വിളിച്ചുകൊണ്ട്, മകൻ്റെ പേര് വിളിച്ചുകൊണ്ടാണ് ഈ അപ്പൻ തിരച്ചിൽ നടത്തിയത്. ഒരു നേർത്ത ശബ്ദം ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഈ അപ്പൻ ശ്രവിക്കുന്നു: ഡാഡ്, ഇറ്റ്സ് മീ. അപ്പ, ഇത് ഞാനാണ്, ഞാൻ ഇവിടെയുണ്ട്. അപ്പൻ ആകാംക്ഷയായി. തൻ്റെ മകൻ്റെ സ്വരമാണ്. ഒരുപാട് സന്തോഷമായി. കൂടുതൽ തീക്ഷ്ണതയോടെ ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയും എടുത്തു മാറ്റുമ്പോൾ ഒരു വലിയ മതിലിൻ്റെ ഇടയിൽ തൻ്റെ മകനും അവൻ്റെ 13 കൂട്ടുകാരും കിളിക്കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് പോലെ പേടിച്ചരണ്ട് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ മകൻ അപ്പനോട് പറയുന്നു, ഡാഡ്, ഐ വാസ് ഷുവർ. അപ്പ, എനിക്കുറപ്പുണ്ടായിരുന്നു അപ്പന് ജീവനുണ്ടെങ്കിൽ എന്നെ തേടി വരുമായിരുന്നു എന്ന്. അപ്പന് ജീവനുണ്ടെങ്കിൽ എന്നെ തേടി വരുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോടും പറഞ്ഞു, അപ്പൻ എന്നെ തേടി വരും, എന്നെ രക്ഷിക്കുമ്പോൾ നിങ്ങളെയും അപ്പൻ രക്ഷിക്കും. ഇപ്പോൾ അപ്പൻ ഞങ്ങളെ തേടി വന്നു. സ്നേഹമുള്ളവരെ, ഈ കഥ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ
ഈശോയുടെ ജീവിതത്തിലും വളരെ വ്യക്തമായി നിറവേറിയ ഒരു സംഭവമാണ്. 12 വയസ്സുള്ള ഒരു കുട്ടി, അവൻ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നത്, അപ്പനും അമ്മയും അവനെ പരിചയക്കാരുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും അന്വേഷിച്ചു കണ്ടില്ല. അതായത് ഇനിയിപ്പോൾ ദേവാലയത്തിൽ പരിചയക്കാരില്ല, ബന്ധുക്കളില്ല, ഇനി അവൻ്റെ ചുറ്റുമുള്ളത് അപരിചിതർ മാത്രമാണ്. ഈ അപരിചിതരുടെ ഇടയിലിരുന്ന് ഈ കുഞ്ഞ് എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാകണം. പക്ഷേ യേശുവിനെ ഈ അപ്പനും അമ്മയും കണ്ടെത്തുമ്പോൾ ഇവൻ്റെ മുഖത്ത് വിഷമങ്ങളൊന്നുമില്ല. കാരണം ഈശോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, അപ്പൻ തന്നെ തേടി വരും എന്നുള്ള ഉറപ്പ്. കാരണം ചെറുപ്പത്തിലെ തൻ്റെ ജീവിതം അവസാനിക്കാമായിരുന്നു. പക്ഷേ അപ്പൻ ഈ മകനെ വലിയ മരണത്തിൽ നിന്നും വലിയ വ്യാധികളിൽ നിന്നും അപ്പൻ സ്വന്തം ജീവന്റെ വില കൊടുത്ത് രക്ഷിച്ചു എന്നുള്ള ബോധ്യം ബാലനായ യേശുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 12ാമത്തെ വയസ്സിലും എൻ്റെ അപ്പനായ ഔസേപ്പിതാവ് എന്നെ തേടി വരും എന്നുള്ള വലിയ ബോധ്യം ഈ കുഞ്ഞിനുണ്ടായിരുന്നു. അതുകൊണ്ട് മുഖത്തൊരു ടെൻഷനുമില്ലാതെ അവൻ ഉപാധ്യായന്മാരുടെ കൂടെ ഇരുന്ന് വചനം ശ്രവിക്കുകയും അവരോട് തർക്കിക്കുകയും ചെയ്തു. അവിടെ അപ്പൻ വിശുദ്ധ ഔസേപ്പിതാവ് അമ്മയോടുകൂടെ അവനെ ചെന്നു കണ്ടു തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോരും. സ്നേഹമുള്ളവരെ, തിരുസഭയിൽ ഒരുപാട് വിശുദ്ധരുണ്ട്. പക്ഷെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു വിശുദ്ധനെയും ഭാഗ്യപ്പെട്ടവൻ എന്ന് വിളിച്ചിട്ടില്ല. എല്ലാവരെയും നാം വിശുദ്ധർ എന്നാണ് വിളിക്കുക. പക്ഷേ ഔസേപ്പിതാവിന് മാത്രം എനിക്ക് തോന്നുന്നു സഭ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്, ഭാഗ്യപ്പെട്ട ഔസേപ്പ് എന്നാണ് വിശുദ്ധ ഔസേപ്പിതാവിനെ നമ്മൾ വിളിക്കുക. ഭാഗ്യപ്പെട്ട ഔസേപ്പ് എന്ന് വിളിക്കുന്നു. ഈ ഭാഗ്യപ്പെട്ടവൻ ആരാണ്? നാം പലപ്പോഴും പറയുന്നു, വചനത്തിൽ ഔസേപ്പിതാവിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഔസേപ്പിതാവ് നിശബ്ദനാണ്. അതെ, തീർച്ചയായിട്ടും നിശബ്ദനാണ്. പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ, അവൻ്റെ 33 വർഷമുള്ള യേശുവിൻ്റെ ജീവിതത്തിൽ അപ്പനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വാചാലനായിട്ടുള്ള മകനാണ് ഈശോ എന്ന് പറയുക. കാരണം യേശു അപ്പൻ്റെ സ്നേഹം, അപ്പൻ്റെ ലാളന, അപ്പൻ്റെ സംരക്ഷണം ഒരുപാട് അനുഭവിച്ച് അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അപ്പനെക്കുറിച്ച് കൊടുക്കുന്ന ആദ്യത്തെ ഒരു ടെസ്റ്റിമണി എന്ന് പറയുന്നത്, ഈശോയെ തേടി അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്നിരിക്കുന്നു എന്ന് ജനക്കൂട്ടം അവനോട് പറയുമ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും അമ്മയും. അതായത് അപ്പൻ പണ്ടേ മരിച്ചിരുന്നു, പക്ഷെ ഈശോ ഇവിടെ ഉപയോഗിക്കുന്നത് പുല്ലിംഗമാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവൻ ആരോ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ ആരോ, അവനാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. അങ്ങനെയെങ്കിൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു അറിഞ്ഞ ആദ്യത്തെ വ്യക്തി, ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിച്ച ആദ്യത്തെ വ്യക്തി പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവുമാണ്. ദൈവം കാണിച്ചു കൊടുത്ത വഴിയെ നടന്ന ആദ്യത്തെ വ്യക്തി ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയുമാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, യേശു സ്വന്തം അപ്പനെ കുറിച്ച് വളരെ വാചാലനായിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചവൻ, ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് അവൻ്റെ ഹിതത്തിനനുസരിച്ച് സ്വന്തം ജീവിതം ക്രമപ്പെടുത്തിയവൻ, അവനാണ് എൻ്റെ അപ്പൻ. അതാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അവിടെയും തീരുന്നില്ല, വീണ്ടും വചനം വാചാലമാകുന്നു. സുവിശേഷങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് നാം പറയുന്നതാണ് അഷ്ടസൗഭാഗ്യങ്ങൾ. ആ അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ചാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. 8 സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതിലെല്ലാം ഭാഗ്യപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ തിരുസഭ ഔസേപ്പിതാവിനെ ഭാഗ്യപ്പെട്ടവൻ എന്ന് വിളിച്ചു എങ്കിൽ അഷ്ടസൗഭാഗ്യങ്ങൾ മുഴുവനും വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒന്നാണ്. അപ്പോൾ അഷ്ടസൗഭാഗ്യങ്ങൾ പ്രഘോഷിക്കുന്ന, അഷ്ടസൗഭാഗ്യങ്ങളിലൂടെ തൻ്റെ അപ്പനെ പ്രഘോഷിക്കുന്ന ഒരു മകനായിട്ട് ഈശോ മാറുന്നു. അവിടെ പിതാവ് മഹത്വപ്പെടുകയാണ്. നമുക്ക് അഷ്ടസൗഭാഗ്യങ്ങൾ ഓരോന്നിലേക്കും കടന്നു വന്നുകൊണ്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നാം കേട്ടത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വളരെ വ്യക്തമാണ്, ഔസേപ്പിതാവ് ആത്മാവിലും ശരീരത്തിലും ദരിദ്രനായിരുന്നു. പരമദരിദ്രനായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവ്. അതുകൊണ്ടാണ് നിറവയറുള്ള സ്വന്തം ഭാര്യയെ
ഒരു കഴുതപ്പുറത്തിരുത്തി കൊണ്ടുപോകേണ്ട ഗതികേട് ഈ ഔസേപ്പിതാവിന് വന്നത്. മറ്റാരുടെയും സഹായമില്ലാതെ ഔസേപ്പിതാവിന് സത്രം അന്വേഷിച്ച് നടന്നതും കാരണം ദരിദ്രനായിരുന്നത് കൊണ്ട്. ഒരു കാലിക്കൂട്ടിൽ സ്വന്തം ഭാര്യ നൊന്ത് പ്രസവിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്നതും അവൻ ദരിദ്രനായതുകൊണ്ട്. എങ്കിലും ആ പിതാവ് സ്വന്തം ദാരിദ്ര്യത്തെ തള്ളി പറഞ്ഞില്ല, ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അതിൻ്റെ ഫലമായി സ്വർഗം അവൻ്റേതായിട്ട് മാറി. ഇന്ന് സ്വർഗത്തിൽ ഔസേപ്പിതാവ് നമുക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. എങ്കിൽ ഓർക്കണം, ഭാഗ്യപ്പെട്ട ജന്മമായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവിൻ്റേത്. കാരണം ഔസേപ്പിതാവ് ആത്മാവിലും ശരീരത്തിലും ദരിദ്രനായിരുന്നു. അതാണ് ഒന്നാമത്തെ സുവിശേഷ സൗഭാഗ്യം. ഇനി രണ്ടാമത്തെ സുവിശേഷ സൗഭാഗ്യം പറയുന്നു, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. എന്തുമാത്രം വിലപിച്ചിട്ടുണ്ടാകണം ഔസേപ്പിതാവ്. ഇനി ജീവിതത്തിൽ എന്ത് എന്നുള്ള ചോദ്യം പലപ്പോഴും ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു നല്ല വിവാഹ ജീവിതം സ്വപ്നം കണ്ട് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നു, താൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന പെൺകുട്ടി ഗർഭിണിയാണ്. എന്തുമാത്രം സ്വപ്നങ്ങൾ തകർന്നുപോയ അവസ്ഥയായിരിക്കണം. അവൻ വിലപിച്ചു. എങ്കിലും ഇത് ദൈവഹിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അംഗീകരിച്ചു. തുടർന്ന് ജീവിക്കുമ്പോൾ ഈ തൻ്റെ ഭാര്യ നൊന്ത് പ്രസവിക്കുമ്പോൾ ഒരു സഹായം പോലും ചെയ്തു കൊടുക്കാൻ കഴിയാതെ ഔസേപ്പിതാവ് വിലപിച്ചിട്ടുണ്ടാകണം. വീണ്ടും തൻ്റെ കുഞ്ഞിനെ ക്രൂരന്മാരുടെ പിടിയിൽ നിന്നും എങ്ങനെ രക്ഷിക്കുമെന്നോർത്ത് ഈ ഔസേപ്പിതാവ് വിലപിച്ചിട്ടുണ്ടാകണം. എല്ലാ സഹനങ്ങളും കഴിഞ്ഞു തിരുക്കുടുംബത്തിലേക്ക് തിരികെ വരുമ്പോഴും ഈ മകനെയും തൻ്റെ ഭാര്യയെയും എങ്ങനെ പോറ്റും ഔസേപ്പിതാവ് വിലപിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ഭാഗ്യപ്പെട്ടവനായിട്ട് ഔസേപ്പിതാവ് മാറുന്നു. വിലപിച്ചവൻ ഭാഗ്യവാൻ, കാരണം അവൻ ആശ്വസിപ്പിക്കപ്പെട്ടു. ദൈവം അവനെ ആശ്വസിപ്പിച്ചു. വിശുദ്ധിയുടെ മകുടം ചാർത്തി ദൈവം അവനെ ആശ്വസിപ്പിച്ചു. ഇനി മൂന്നാമത്തെ സുവിശേഷ സൗഭാഗ്യമായിട്ട് കാണുക, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഏറ്റവും ശാന്തനായ ഒരു മനുഷ്യനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഔസേപ്പിതാവിന് ദർശനങ്ങൾ ലഭിച്ചത് സ്വപ്നങ്ങളില്ല. ശാന്തതയുള്ളവർക്കേ ശാന്തമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായപ്പോഴും ജീവിതത്തിൽ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ശാന്തമായി ഔസേപ്പിതാവ് കിടന്നുറങ്ങുന്നു. ആ ശാന്തതയിൽ ദൈവം അവന് ഉത്തരം നൽകി, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നീ എങ്ങനെ നടന്നു നീങ്ങണം. അപ്പോൾ ആ ശാന്തതയിൽ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചു, ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചു. ഔസേപ്പിതാവ് ഭൂമി കൈവശമാക്കി നടന്നു നീങ്ങുകയാണ്. അവിടെ മൂന്നാമത്തെ സുവിശേഷ സൗഭാഗ്യം പൂർണ്ണമാകുന്നു. വീണ്ടും നാലാമത്തെ സുവിശേഷ സൗഭാഗ്യം നമുക്ക് ഈ ഔസേപ്പിതാവിനെ എപ്പോഴും കൊടുക്കുന്ന ഒരു വിശേഷണം തന്നെയാണ്. നീതിക്ക് വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരാക്കപ്പെടും. ഔസേപ്പിതാവിനെ വിളിക്കുന്നത് നീതിമാൻ എന്നാണ്. അവൻ നീതിമാനാകയാൽ സ്വന്തം ഭാര്യയെ അപമാന വിധേയയാക്കാനായിട്ട് അവൻ ആഗ്രഹിച്ചില്ല. നീതിയെ പ്രതി അവൻ വിശന്നു, നീതിയെ പ്രതി അവൻ ദാഹിച്ചു, അവൻ സംതൃപ്തനാക്കപ്പെട്ടു ദൈവത്താൽ. അപ്പോൾ നാലാമത്തെ സുവിശേഷ സൗഭാഗ്യം, നീതിക്ക് വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്ത വിശുദ്ധ ഔസേപ്പിതാവിനെ ദൈവം സദ്വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തനാക്കി. വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും വിഭവങ്ങൾ ദൈവം ഔസേപ്പിതാവിന് നൽകി അവനെ മഹത്വപ്പെടുത്തി. ഇനി അഞ്ചാമത്തെ സുവിശേഷ സൗഭാഗ്യം, കാരുണ്യം കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കാരുണ്യം ലഭിക്കും. അങ്ങനെയെങ്കിൽ തിരുക്കുടുംബത്തോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ മറ്റൊരു ഉത്തരമില്ല, ഔസേപ്പിതാവ് തന്നെയാണ്. പരിശുദ്ധ അമ്മയോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിച്ച മനുഷ്യജന്മം ആരെന്ന് ചോദിച്ചാൽ മറു ഉത്തരമില്ല, ഔസേപ്പിതാവ്. പരിശുദ്ധ അമ്മയോടും ഈശോയോടും തിരുക്കുടുംബത്തോടും തന്നോടും തന്നെ ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിച്ചു. അല്ലെങ്കിൽ ഒരുപക്ഷെ പരിശുദ്ധ അമ്മയെ കല്ലുകൾ കൊണ്ട് എറിഞ്ഞു കൊല്ലുമായിരുന്നു ആ ജനം. അവിടെ അമ്മയെ സംരക്ഷിക്കുവാൻ അമ്മയോട് കാരുണ്യം കാണിച്ച ഔസേപ്പിതാവ് അവളുടെ നൊമ്പരങ്ങളും അവളെ പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് കാരുണ്യത്തിൻ്റെ വലിയ ഒരു മാതൃകയായിട്ട് മാറുന്നു. ഈശോയ്ക്ക് വേണ്ടി കാരുണ്യം കൊടുക്കുവാനായിട്ട് ഔസേപ്പിതാവിന് സാധിക്കുന്നു.
ഇനി എങ്ങനെയാണ് ഔസേപ്പിതാവിന് തിരികെ ദൈവം കാരുണ്യം കൊടുത്തത്? ഏറ്റവും വലിയ കാരുണ്യമാണ് ഔസേപ്പിതാവിന് ദൈവം കൊടുത്തത്. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സമീപം കിടന്ന് മരിക്കുവാൻ. ഏറ്റവും വലിയ കാരുണ്യം ഔസേപ്പിതാവിനോട് ദൈവം കാണിച്ചു. ഈ ഭൂമിയിലെ ഒരു മനുഷ്യജന്മത്തിനും സിദ്ധിക്കാത്ത ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ ശാന്തമായി മരിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ ദൈവം ഔസേപ്പിതാവിനോട് കാരുണ്യം കാണിച്ചു. കാരണം ദൈവത്തിൻ്റെ മകനോട്, ദൈവത്തിൻ്റെ അമ്മയോട് ഔസേപ്പിതാവ് ജീവിതം മുഴുവൻ കാരുണ്യം കാണിച്ചു. വീണ്ടും നാം കടന്നു വരിക 6ാമത്തെ സുവിശേഷ സൗഭാഗ്യമാണ്. അതിങ്ങനെയാ പറയുക, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ ആദ്യമായിട്ട് കണ്ടത് ഔസേപ്പിതാവാണ്. ദൈവപുത്രനായ യേശുവിനെ ആദ്യമായിട്ട് കണ്ടത് ഔസേപ്പിതാവാണ് പുൽക്കൂട്ടിൽ. കാരണം അവൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടായിരുന്നു. തൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി നിറഞ്ഞിരുന്നത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയിലുള്ള വിശുദ്ധി അംഗീകരിക്കാനായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിന് സാധിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും സമൂഹം തള്ളിപ്പറഞ്ഞ ഒരു യുവതിയെ എങ്ങനെ ഒരു മനുഷ്യൻ അംഗീകരിക്കും? ഒരു സമൂഹവും ഒരു ലോകവും കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് വിധിച്ച ഒരു യുവതിയെ അവളുടെ ശുദ്ധി മനസ്സിലാക്കി അവളെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിക്കാൻ അത്രമാത്രം ഹൃദയത്തിൽ വിശുദ്ധിയുള്ള ഒരു പിതാവായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഔസേപ്പിതാവിന് ദൈവത്തെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. ഉണ്ണീശോയെ ആദ്യമായി കരങ്ങളിൽ എടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ദൈവപുത്രനെ ആദ്യമായി കാണാനുള്ള ഭാഗ്യം വിശുദ്ധ ഔസേപ്പിതാവിന് ദൈവം കൊടുക്കുന്നു. ഇനി 7ാമത്തെ സുവിശേഷ സൗഭാഗ്യം, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ പുത്രനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രികളുമാണ്. കാരണം ഔസേപ്പിതാവ് സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി ഓടി നടന്നു. സ്വന്തം കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി നെറ്റിവേർത്ത് അധ്വാനിച്ചു. സ്വന്തം ഭാര്യയെയും സ്വന്തം കുഞ്ഞിനെയും പോറ്റി വളർത്താൻ വേണ്ടി സ്വന്തം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ മാറ്റിവെച്ച് ഒരു യുവാവ് തൻ്റെ ജീവിതം മുഴുവൻ ആ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരിശ്രമിച്ചപ്പോൾ ദൈവം ആ യുവാവിനെ മാനിച്ചു. അവനെ ദൈവപുത്രൻ എന്ന് ദൈവം വിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി അവസാനമായിട്ട് പറയുന്നു, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗം അവൻ്റേതാണ്. ഔസേപ്പിതാവ് സ്വർഗം സ്വന്തമാക്കി, അല്ലെങ്കിൽ ഔസേപ്പിതാവിനെ സ്വർഗം സ്വന്തമാക്കി. കാരണം ഏറ്റവും കൂടുതൽ നീതിക്ക് വേണ്ടി പീഡകൾ ഏറ്റ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ഇന്നത്തെ തലമുറയിലാണെങ്കിൽ ഇതുപോലുള്ള ഒരു യുവതിയെ സ്വീകരിച്ചവനെ ആ സമൂഹം എന്തുമാത്രം ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകണം. ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ, സുവിശേഷം രേഖപ്പെടുത്താത്ത ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ, ഒരുപാട് സ്വകാര്യ നൊമ്പരങ്ങൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നീതിയെ പ്രതി വേദന സഹിച്ചവനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അതുകൊണ്ട് നീതിയെ പ്രതി പീഡകളേൽക്കുകയും വേദനിക്കുകയും ചെയ്ത വിശുദ്ധ ഔസേപ്പിനെ ദൈവം സ്വന്തമാക്കി. ദൈവത്തെ വിശുദ്ധ ഔസേപ്പിതാവ് സ്വന്തമാക്കി. സ്വർഗം അവൻ്റേതാണ്. കാരണം നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അവസാനമായിട്ട് അഷ്ടസൗഭാഗ്യങ്ങളൊക്കെയും ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നു, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും ഒറ്റപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും വ്യാജം പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഔസേപ്പിതാവിൻ്റെ അത്രയും പ്രതിഫലം സ്വർഗത്തിൽ ലഭിച്ച മറ്റൊരു വിശുദ്ധൻ ഉണ്ടാകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഔസേപ്പിതാവ് ദൈവത്തെ പ്രതി പീഡകളേറ്റു. ഔസേപ്പിതാവിനെ ദൈവത്തെ പ്രതി മനുഷ്യർ ഒറ്റപ്പെടുത്തി, കുടുംബം ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകണം, കൂട്ടുകാർ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകണം. പക്ഷേ ദൈവത്തെ പ്രതി പീഡകളേറ്റു. സങ്കടപ്പെടാതെ സന്തോഷത്തോടെ ആ പീഡകൾ സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു കുടുംബത്തെ മുഴുവൻ സംരക്ഷിച്ചു. ഒരു കുടുംബത്തോട് മുഴുവൻ കരുണ കാണിച്ചു. ഒരു സ്ത്രീയുടെ വിശുദ്ധിയെ അംഗീകരിച്ചു. അവൻ വ്യത്യസ്തനായിട്ട് മാറുന്നു. അവന് സ്വർഗം സ്വന്തമായി. സ്വർഗത്തിൽ ഏറ്റവും വലിയ പ്രതിഫലം ഈ അപ്പന് ദൈവം കൊടുക്കുകയാണ്. പരിശുദ്ധ പിതാവ് പറയുന്നൊരു കാര്യം, പരിശുദ്ധ പിതാവിൻ ഫ്രാൻസിസ് പാപ്പായുടെ മുറിയിൽ ഔസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന ഒരു വിശുദ്ധ
രൂപമുണ്ട്, വിശുദ്ധ തിരുസ്വരൂപം, ഉറങ്ങുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഒരു രൂപമുണ്ട്. ഈ ഔസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന ഈ രൂപത്തിൻ്റെ കീഴിൽ ഫ്രാൻസിസ് പാപ്പ ഓരോ ദിവസവും തൻ്റെ നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കും. എന്നിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നു, ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഒരു നിയോഗവും ഇതുവരെയും സാധിച്ചു കിട്ടാതിരുന്നിട്ടില്ല. എല്ലാ നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. കാരണം ഉറങ്ങുന്ന ശാന്തനായ ഔസേപ്പിതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഇതൊരു സംഭവം പത്രത്തിലൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലും ഒരുപാട് സന്തോഷം തോന്നി. ഞാനും എൻ്റെ മുറിയിലുള്ള ഔസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന ആ രൂപത്തിൻ്റെ മുമ്പിൽ എൻ്റെ നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കി, എഴുതി വെച്ച നിയോഗങ്ങളൊന്നും എനിക്ക് സാധിച്ചു കിട്ടിയില്ല. പിന്നീടാണ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. അഷ്ടസൗഭാഗ്യം പ്രഘോഷിക്കുന്ന വിശുദ്ധനെ പോലെ എൻ്റെ ജീവിതവും അഷ്ടസൗഭാഗ്യമാക്കി മാറ്റുമ്പോൾ ഈ വിശുദ്ധൻ്റെ കാൽ കീഴിൽ സമർപ്പിക്കുന്ന അപേക്ഷകൾ മുഴുവൻ ദൈവം സാധിച്ചു തരും. അതായത് ആത്മാവിൽ ദരിദ്രനാകുവാൻ, നീതിയെ പ്രതി കരയുവാൻ, ശാന്തത കൈവരിക്കുവാൻ, നീതിയെ പ്രതി ദാഹിക്കാൻ, വിശക്കാൻ, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാൻ, ഹൃദയത്തിൽ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയവിശുദ്ധിയെ അംഗീകരിക്കാൻ, സമാധാനം സ്ഥാപിക്കാൻ, ഒരു കുടുംബത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ ദൈവം എന്നെ സ്വന്തമാക്കും, ഞാൻ ദൈവത്തെ സ്വന്തമാക്കും. അപ്പോൾ എൻ്റെ നിയോഗങ്ങൾ മുഴുവൻ സാധിച്ചു കിട്ടും. അതിനായി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഔസേപ്പിതാവിന് ലഭിച്ചതുപോലെ വളരെ വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ ചാരി നിൽക്കുവാൻ, ഉണ്ണീശോയുടെ ചാരി നിൽക്കുവാൻ, അവരുടെ ഹൃദയവിശുദ്ധിയോളം വളരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനായി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങൾക്കും വ്യക്തിജീവിതത്തിനും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.